പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില നിർണ്ണയിക്കുന്നത് എണ്ണ കമ്പനികളാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ അവകാശം എണ്ണ കമ്പനികൾക്ക് നൽകിയത്. പിന്നീട് അന്ന് വലിയ വിമർശനമൊക്കെ ഉന്നയിച്ച NDA അധികാരത്തിൽ വന്നുവെങ്കിലും അത് മാറിയില്ല. ഇപ്പോഴിതാ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചിരിക്കുകയാണ്. രാജ്യത്ത് 2 രൂപയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചത്. ആ വില പുതുക്കിയ വില ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വിലക്കുറവ് എന്നത് എടുത്തു പറയേണ്ടതാണ്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, എന്തായാലും പെട്രോളിന്റെ വില എപ്പോൾ കുറഞ്ഞാലും അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. നേരിട്ട് അല്ല എങ്കിൽ പോലും അത് പരോക്ഷമായി വിപണിയെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. പക്ഷേ ജനങ്ങളിപ്പോൾ കുറച്ചൊക്കെ ബോധവാന്മാരാണല്ലോ. അവരുടെ ഒരു ചിന്തയും പ്രതികരണവും ഒക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ 2 വർഷമായി ഈ സൂചിക താഴോട്ടൊരിക്കൽ പോലും പോയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെയാണ് ഇത്തരത്തിൽ വില പെട്ടെന്ന് കുറയുന്നത്. എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രിക്ക് പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് പ്രകടമാകുന്നതെന്ന് കേന്ദ്രം പറയുമ്പോൾ കൂടിയും ഓർക്കേണ്ടത് 2 വർഷത്തിന് ശേഷമാണ് പെട്രോളിന്റെ വില കുറയുന്നത്. അതും തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ, തീയതിയൊക്കെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വില കുറയുന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചിയിലെ വില നോക്കിയാൽ പെട്രോളിന് 105.43 ഡീസലിന് 94.43. അങ്ങനെയാണ് കൊച്ചിയിലെ വില. നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, പെട്രോളിന്റെ വില കുറച്ചിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പെട്രോളിന്റെ വില കുറയ്ക്കൽ തന്നെയാണോ, അതോ തിരഞ്ഞെടുപ്പ് ഓഫറാണോ? തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മോദിജി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് പെട്രോളിന്റെ വില അദ്ദേഹം കുറയ്ക്കും, 50 രൂപ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1/2 ലിറ്റർ പെട്രോൾ കിട്ടും 50 രൂപ കൊടുത്ത്. 50 രൂപ കൊടുത്ത് 1/2 ലിറ്റർ പോലും കിട്ടില്ല. അപ്പൊ അത്രയും വ്യത്യാസത്തിൽ വന്നിരിക്കുക. അപ്പൊ എല്ലാം നമ്മളെ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും കണ്ട് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പെട്രോളിന്റെ 2 രൂപ കുറച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു വില കുറയ്ക്കൽ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ഇതൊന്നും വില പോകില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, പെട്രോളിന്റെ വില കുറച്ചല്ലോ, എന്ത് തോന്നുന്നു? സന്തോഷമായോ? സന്തോഷാണ്. പക്ഷേ അത് അറിയില്ല. അത് പക്ഷെ ഇപ്പൊ മുമ്പ് ചെയ്തത് നല്ലതായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ഗുണമുണ്ടല്ലോ. 2 രൂപയെങ്കിലും അത്രയും കുറഞ്ഞിരിക്കും അല്ലേ? അതെ. അതായത് കുറച്ചുകൂടി മുന്നേ ഇത് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായും ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നോടിയായി തന്നെയാണ് ഈ ഒരു വില കുറച്ചതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും. നമുക്ക് കൂടുതൽ ആളുകളോടും കൂടി ചോദിക്കാം. ചേട്ടാ, ഈ പെട്രോളിന്റെ വില കുറച്ചല്ലോ, ഡീസലിന്റെയും, എന്ത് തോന്നുന്നു? കുറച്ചോ? നല്ലതായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചതാണോ, അത് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല, എങ്ങനെയാണെന്നറിയില്ല. കുറച്ച് എന്തായാലും നല്ല കാര്യമായി, സന്തോഷമായി. അങ്ങനെ പലരും ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം ഇന്നലെ രാത്രിയാണ് പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞത്. അതുകൊണ്ട് ആളുകളൊക്കെ പലരും പറയുന്നത് ഇത് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് ഈ പെട്രോളിന്റെ ഡീസലിന്റെയും വില കുറച്ചത്. എന്തായാലും ചെറിയ രീതിയിലെങ്കിലും കേരളത്തിലുള്ളവർക്ക് ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഇത് തന്നെ വിപണിയിലും പ്രതിഫലിക്കട്ടെ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം പെട്രോളിന്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റുകളിലെയൊക്കെ സാധനങ്ങളുടെയും വില കുറയും. അപ്പോൾ പൊതുജീവിതം കുറച്ചുകൂടി എളുപ്പമായിട്ട് സാധനങ്ങൾ മേടിക്കാനും കുറച്ചുകൂടിയൊക്കെ നമുക്ക് സേവിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറും. പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ടുള്ളൊരു ഘടകം കൂടി തന്നെയാണല്ലോ. നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ഇത് ചോദിക്കാം. ചേട്ടാ, പെട്രോളിന്റെ ഡീസലിന്റെ വില കുറച്ചല്ലോ, എന്ത് തോന്നുന്നു? നല്ലതാണോ? അല്ലാണ്ട് എന്താ പറയണ, ഇത്രയും കൂട്ടിയിട്ട് ഇത്രയും കുറച്ചില്ലേ, അത്രേ ഉള്ളൂ. ചേട്ടാ, പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില കുറച്ചല്ലോ, എന്തോ കയ്യിലുള്ള കാശിനടിക്കും. എന്താ വില കുറച്ചാലും കുറച്ചില്ലേലും കയ്യിലുള്ള കാശിനെ അടിക്കാൻ പറ്റുള്ളൂ. ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നില്ല. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് കുറയും, അല്ലാണ്ട് കുറയുന്നു തോന്നണേ. ഇലക്ഷൻ കഴിയുമ്പോ കൂട്ടുന്നതായിരിക്കും തോന്നണത്. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അഭിലാഷ്, ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പെട്രോളിന്റെ വില നല്ല രീതിയിൽ കുറയും. പൊതുജനങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്രോൾ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നതായിരുന്നു പ്രഖ്യാപനം. പക്ഷെ അതൊക്കെ മാറി കുത്തനെ കൂടി 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കുറയുമ്പോൾ അത് തീർച്ചയായും ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമായി തന്നെയാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്.
ശരി, എന്തായാലും നവമിയും വാഹനത്തിന് പെട്രോൾ അടിച്ചു വെക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഇനിയും കുറയുമോ എന്ന് നമുക്കറിയില്ല. പൊതുവെ ജനങ്ങൾ പറയുന്നത് പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയൊന്നും കുത്തനെ കുറയ്ക്കാൻ സാധിക്കില്ല. അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ പ്രതികൂലമായി ബാധിക്കും. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് ആനുപാതികമാകുന്ന തരത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതാണ്.